വിദേശത്തു നിന്നും മകൾ വിളിച്ചു. വീട്ടുകാർ ഉണർന്നതിനാൽ വൻ മോഷണവും അനിഷ്ട സംഭവങ്ങളും ഒഴിവായി. പത്തനാപുരം പുതുവൽ താനൂർ തറയിൽ റോയിയുടെ വീട്ടിലാണ് മോഷ്ടാവ് എത്തിയത്. വെള്ളിയാഴ്ച രാത്രി 12 മണി കഴിഞ്ഞ് മോഷ്ടാവ് എത്തിയത് വീട്ടിലെ നിരീക്ഷണ ക്യാമറയിൽ വിദേശത്തുള്ള മകൾ കണ്ടു. മകൾ വീട്ടിലുണ്ടായിരുന്ന മാതാപിതാക്കളെ വിവരം അറിയിച്ചു. വീട്ടുകാർ ഉണർന്ന് വെളിച്ചം ഇടുകയും സമീപവാസികളെ ഫോണിൽ വിളിക്കുകയും ചെയ്തതോടെ മോഷ്ടാവ് ഓടി മറയുകയായിരുന്നു. രാത്രിയിൽ 12:30-1 മണിയായപ്പോഴും ഞങ്ങൾ ഉറക്കമായിരുന്നു. അപ്പോൾ മോളാണ് വിളിച്ച് പറഞ്ഞത് ഇതുപോലെ നമുക്ക് നോട്ടിഫിക്കേഷൻ ചെന്ന് മോൾ അന്നേരം കണ്ടിട്ട് പറഞ്ഞു ബൈക്കിൽ ഇതുപോലെ കള്ളം വന്നിരിക്കുന്നു, മമ്മി ലൈറ്റ് ഇടാൻ പറഞ്ഞു. പപ്പ ഉടനെ തന്നെ ഫുള്ള് ലൈറ്റ് ഇട്ടു. അപ്പുറത്ത് ഇരുവശവും കിടക്കുന്ന വീട്ടുകാരെ തമ്മിൽ വിളിച്ച് പറഞ്ഞ് അവരും ലൈറ്റ് ഇട്ട്. പിന്നീട് നമുക്കൊന്നും കാണാൻ പറ്റിയില്ല. അപ്പോഴാണ് നമ്മൾ ഈ കാണുന്ന നമ്മുടെ ബൈക്കിൽ ഇങ്ങനെ ആൾ നിൽക്കുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതും ഒക്കെ കണ്ട് ലൈറ്റിൻ്റെ ഇത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആളിനെ കാണാനില്ലായിരുന്നു. മോഷ്ടാവെത്തിയ വീടിന് സമീപത്തായുള്ള ബന്ധുവീട്ടിൽ മാസങ്ങൾക്ക് മുൻപ് വൃദ്ധമാതാവും സഹായിയായ സ്ത്രീയും മാത്രമുള്ള വീട്ടിൽ മോഷ്ടാവ് മാരകായുധങ്ങളുമായി എത്തി വാതിൽ കുത്തിപ്പൊളിക്കുന്ന ശബ്ദം കേട്ട് വീട്ടുകാർ ഉണർന്ന് സമീപവാസികളെ വിവരം അറിയിച്ചതിനെ തുടർന്ന് മോഷ്ടാവ് ഓടി രക്ഷപ്പെട്ടിരുന്നു. 2 സംഭവങ്ങളിലും ക്യാമറയിൽ മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ വ്യക്തമായി തന്നെ കാണാം. മോഷ്ടാക്കൾ അന്യസംസ്ഥാന തൊഴിലാളികളാണെന്ന് സംശയിക്കുന്നുണ്ട്. സമാന സംഭവങ്ങൾ പരമ്പരയാകുമ്പോഴും പോലീസ് ശരിയായ അന്വേഷണമോ രാത്രികാല പരിശോധനയോ നടത്തുന്നില്ലെന്ന് നാട്ടുകാരും പറയുന്നു. അടൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് പുതുവൽ പ്രദേശം. 13 കിലോമീറ്റർ ദൂരത്തിലാണ്. എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായാൽ പോലീസ് എത്താൻ വൈകുന്നതായും ആക്ഷേപമുണ്ട്. ഞങ്ങൾ ഇന്നലെ ഉറക്കമായിരുന്നു. അപ്പോൾ രാത്രി 12:30-1 മണിയായപ്പോഴാണ് മോള് ദുബായിൽ നിന്ന് വിളിച്ച് പറഞ്ഞു. അവൾ ക്യാമറയിൽ ഇങ്ങനെ നോക്കിയപ്പം കണ്ട്. അന്നേരം ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു മമ്മി ബൈക്കിൽ കള്ളം വന്നേക്കുന്നു, പപ്പായിട്ട് എണ്ണിച്ച് ലൈറ്റ് ഇടാൻ പറയാം. അപ്പോൾ ചോദിച്ചാൽ എണ്ണീച്ച് ലൈറ്റ് ഇട്ടു. ഫുള്ള് ലൈറ്റ് ഇട്ട് ഇരുവശങ്ങളിലും കിടക്കുന്ന വീട്ടുകാരെ വിളിച്ച് പറഞ്ഞ് അവർ ലൈറ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ കാണാനില്ല. അന്നേരം നമുക്ക് കാണാൻ പറ്റിയെന്ന് പറഞ്ഞാൽ ഇനി ഈ പായ്ക്കിൽ കൂടെ നടക്കുന്നതും മതിൽ നനയ്ക്കുന്ന കല്ലിൻ്റെ പുറത്തൂടെ മതിലേ കയറി ഇങ്ങനെ ചാടി അപ്പുറത്തൂടെ പോകുന്നു നമ്മൾ കാണുന്നത്. പിന്നീട് ലൈറ്റ് എല്ലായിടും ഇട്ട് കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ എങ്ങോട്ട് പോയി എന്താണെന്നൊന്നും നമുക്ക് കാണാൻ പറ്റിയില്ല.